Hey, welcome to Hotboard, where we stir up the hottest topics in the news. Today's sizzling headline is SIR, happening right now in Bihar. So, what is it? SIR stands for Special Intensive Revision, a large-scale verification exercise conducted by the Election Commission of India. Basically, it's a way to clean up and update the electoral rolls. You know what is an electoral roll, right? It's an official list of eligible voters. The reasons could be a long gap since the last revision, allegations of bogus or duplicate voters, migration, urbanization, and demographic shifts, yeah, etc. But there is a twist. It sparked criticism because Aadhaar and voter ID cards were initially excluded as a valid proof for citizenship. Yep, that raised eyebrows and concerns. So that's all about it. I've got more details coming in the comment section, so don't forget to check that out too. And hey, I would love to hear your thoughts and insights too. See you next time with another hot topic right here on Hotboard. ഇനി നമുക്ക് നമ്മുടെ മലയാളത്തിലേക്ക് വരാം. ഹലോ, എല്ലാവർക്കും ഹോട്ട് ബോട്ടിലേക്ക് സ്വാഗതം. വാർത്തകളിലെ ചൂടുള്ള വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് SIRനെ പറ്റിയിട്ടാണ്. അതിപ്പോൾ ബീഹാറിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അതിനെക്കുറിച്ച് നോക്കാം. SIR എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അതിൻ്റെ ഫുൾ ഫോം തുറമ്പം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നാണ്. എന്താണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വോട്ടർ പട്ടിക പുതുക്കൽ പ്രവർത്തനമാണ് ഇത്. ആരാണ് നടത്തുന്നത്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടികയുടെ പുതുക്കലാണ് ഈ സംഭവം എന്ന് വെച്ചാൽ. ഇതെന്തിട്ടാണ് കാര്യം? ഇതെന്തിനാണ് ഒരു വോട്ടർ പട്ടിക പുതുക്കുന്നത്? നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ. പഴയ പുതുക്കലിന് ശേഷം കുറേ നാളെടുത്തെങ്കിൽ നമ്മളിത് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ വ്യാജ വോട്ടേഴ്സ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഡെമോഗ്രാഫിക് ഷിഫ്റ്റ്സുകളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്താറുണ്ട്. കറൻ്റ്ലി ഇത് ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ആദ്യം ഈ ആധാർ കാർഡ്, വോട്ടർ ID കാർഡൊന്നും ഈ പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പായിട്ട്, അതായത് നമ്മുടെ പൗരത്വത്തിൻ്റെ പ്രൂഫായിട്ട് ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കുറേ ക്രിറ്റിസിസത്തിന് കാര്യമായി. അവസാനം സുപ്രീം കോടതി പറഞ്ഞു ആധാറൊക്കെ എടുക്കാമെങ്കിലും അതിൽ കുറേ കണ്ടീഷൻസൊക്കെ ഉണ്ട്. സോ ഇതൊക്കെയാണ് SIRനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഒരു ചെറിയ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻഡ് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതൊക്കെ കമൻറ്റ് സെക്ഷനിൽ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ അറിവുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചൂടുള്ള വാർത്തയുമായി വീണ്ടും കാണാം. ഹോട്ട് ബോട്ടിൽ. താങ്ക് യു.